ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 16, 2026 തിങ്കളാഴ്ച. ന്യൂ ഇയർ റെസൊല്യൂഷൻ ഡയറിയിലെ 47ാമത്തെ ദിവസം. ഇന്ന് എനിക്ക് വർക്ക് ചെയ്യാനുള്ളത് കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇന്ന് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നത്. അതിനിടയിൽ മനോഹരമായിട്ട് വർക്ക് ചെയ്തെടുത്ത ഒരു വണ്ടി കണ്ടു. ഇന്ന് ശരിക്കും എനിക്കൊരു അബദ്ധം പറ്റി. ഇതിന്റെ ഇടയിൽ ഒരുപാട് നല്ല ഷോട്ടുകൾ ഞാൻ എടുത്തു വെച്ചിരുന്നെങ്കിലും 4K ആയതിനാൽ അതെല്ലാം ഉപയോഗിക്കാൻ പറ്റാതെ പോയി. വേനലിന്റെ ചൂട് കൂടി വരികയാണെന്ന് ഈ പക്ഷികളെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ട്രാഫിക്കും വല്ലാതെ കൂടി വരികയാണ്. ഒടുവിൽ ഇന്നത്തെ വർക്ക് ഒരല്പം നേരത്തെ തീർത്തിട്ട് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. കാരണം വേറെ ഒന്നുമില്ല, ഇന്ന് രാത്രി എനിക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അവിടേക്കാണ് ഞാൻ ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നത്. എവിടേക്കാണെന്ന് ഞാൻ വഴിയെ പറയാം. വരും ദിവസങ്ങളിലാണ് ഞാൻ വീട് മാറാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പണികൾ വീട്ടിൽ തന്നെയുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ യാത്ര. കാരണം വിളിച്ചത് നൻപനാണ്. നൻപന്മാർ വിളിച്ചാൽ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പോകും. നമുക്ക് ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി. അവിടെ ചെന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കുടുക്കുന്നത്. 7:30 ആകുമ്പോൾ അനിയത്തി വർക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും. അവളെ കൂട്ടാൻ പോകണം. അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കണ്ടെത്തി ഞാൻ അതിനുള്ള പോക്കിലാണ്. ഒടുവിൽ എങ്ങനെയൊക്കെയോ ഒരു 7:45 ഞാൻ അവിടെ എത്തി അവളെ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴി അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടും ഒരു നല്ല വണ്ടി കണ്ടപ്പോൾ ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ ഞങ്ങളെയും വെട്ടിച്ച് വേറൊരുത്തം പോയി. അത് പിന്നെ കാടളക്കി വരുന്ന കൊമ്പനെ തിളച്ച ടീമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒടുവിൽ അനിയത്തിയെ വീണ്ടും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ. അത് പറഞ്ഞപ്പോഴാണ് എന്താണ് പരിപാടി എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ മുത്തപ്പനൊടുക്കുക എന്നൊരു പരിപാടി ഉണ്ട്. ആ ചടങ്ങിന് പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് ഞാൻ. പിന്നെ അവിടെ തന്നെ കുറെ നേരം ചെലവഴിച്ചു. ഇടയ്ക്ക് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കണ്ടിട്ട് എന്നെ റെക്കോർഡ് ചെയ്യാണ് എന്റെ ഫ്രണ്ടിന്റെ മകൻ. ഇടയ്ക്കൊക്കെ ഒരു തോന്നൽ വരും, ഈ പ്രായത്തിലുള്ള മക്കളെ കാണുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഏതാണ്ട് ഈ പ്രായത്തിലുള്ള മക്കളൊക്കെ നമുക്ക് ഉണ്ടാവേണ്ട സമയമായി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു ബോധം വരും, എന്റെ കുട്ടികളി മാറാത്തോണ്ട് എന്നെയും കുട്ടിയും അവള് നോക്കേണ്ടി വരുള്ളൂ എന്നുള്ള ചിന്ത. അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത പണി വരുന്നത്. നമ്മളെ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞാരി അങ്ങനെ ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ചട്ടകെടുത്ത് ഓരോ ഇളക്കം ഇളക്കും. ഇത് പക്ഷേ വിളമ്പാൻ കിട്ടിയതായതുകൊണ്ട് നന്നായിട്ട് ഇളക്കി. ഒടുവിൽ ഒരു 10-11 മണിയോടെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരുപാട് കാലത്തെ സൗഹൃദം ആ വിഷമങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഡയറി കുറിപ്പുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.